Hello dear students, welcome back to ISKC English. Okay dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ന പേപ്പറിലെ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ട്രാവലോഗ്സ് ആൻഡ് ഫിക്സിംഗ് ദ ബൗണ്ടറീസ് ഓഫ് എംപയേഴ്സ്, യാത്രാ വിവരണങ്ങളും അതുപോലെ സാമ്രാജ്യങ്ങളുടെ അതിർത്തികൾ ഫിക്സ് ചെയ്യലും. ട്രാവലോഗ്സ് ആൻഡ് ഫിക്സിംഗ് ദ ബൗണ്ടറീസ് ഓഫ് എംപയേഴ്സ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. Travelogues have played a significant role in understanding the past by describing cultures, people, polity, economy and social apparatus. എന്താ പറയുന്നത്? യാത്രാ വിവരണങ്ങളുടെ ട്രാവലോഗ്സിന്റെ റോളിനെ കുറിച്ചാണ് പറയുന്നത്. Travelogues have played a significant role in understanding the past by describing cultures, people, polity, economy and social apparatus. അതായത് ട്രാവലോഗുകൾ കൾച്ചേഴ്സ്, സംസ്കാരങ്ങളെയും ആളുകളെയും അതുപോലെ തന്നെ രാഷ്ട്രീയത്തെയും സാമ്പത്തികമായ കാര്യങ്ങളെയും സാമൂഹികമായ സോഷ്യൽ അപ്പാരാറ്റസ്, സാമൂഹികമായിട്ടുള്ള വ്യവസ്ഥിതികളെയും വിവരിച്ചുകൊണ്ട് കഴിഞ്ഞ കാലത്തെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുന്നതിൽ നമുക്ക് നൽകുന്നതിൽ ട്രാവലോഗ്സ് വളരെ വലിയ ഒരു റോള് തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പ്രദേശത്തിൻ്റെ പാസ്റ്റിനെ ആളുകളിലേക്ക് എത്തിക്കുന്നതിൽ, പാസ്റ്റിനെ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ, എങ്ങനെ ആ രാജ്യത്തിലെ കൾച്ചേഴ്സ്, പീപ്പിൾ, പോളിറ്റി, എക്കോണമി ആൻഡ് സോഷ്യൽ അപ്പാരാറ്റസ് എന്നീ ഘടകങ്ങളെ അല്ലെങ്കിൽ എന്നീ കാര്യങ്ങളെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് ആ രാജ്യത്തെ ആളുകളുടെ സംസ്കാരം എങ്ങനെയായിരുന്നു, ആളുകൾ എങ്ങനെയായിരുന്നു, അവരുടെ രാഷ്ട്രീയം എന്താണ്, അവരുടെ സമൂഹത്തിലുള്ള സാമൂഹികമായിട്ടുള്ള ഘടകങ്ങൾ, അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ആചാരങ്ങൾ, സോഷ്യൽ അപ്പാരാറ്റസ് എന്നീ കാര്യങ്ങളെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് നമുക്ക് മുൻപേ കഴിഞ്ഞു പോയൊരു കാലഘട്ടം, നമ്മുടെ പാസ്റ്റിനെ കുറിച്ച് നമ്മൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് മനസ്സിലാക്കി തരുന്നതിൽ ട്രാവലോഗ്സ് വളരെ വലിയ റോള് തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹാസ് ആൾസോ പ്ലേഡ് എ റോൾ ഇൻ ഡോക്യുമെന്റിങ് ആൻഡ് എക്സ്പ്ലോറിംഗ് ദി എക്സ്പാൻഷൻ ആൻഡ് എക്സ്റ്റൻഷൻ ഓഫ് ദി എംപയേഴ്സ്. പിന്നെ പറയുന്നത് ട്രാവലോഗ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ വളരെ വലിയൊരു റോള് തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്തില്? എംപയേഴ്സിന്റെ എക്സ്പാൻഷനെയും അതുപോലെ തന്നെ എക്സ്റ്റൻഷനെയും എന്ത് ചെയ്യുക? ഡോക്യുമെന്റ് ചെയ്യുക, അതുപോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യുക. എന്താണ് എംപയേഴ്സിന്റെ എക്സ്പാൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു സാമ്രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള വളർച്ച, അതായത് മൊത്തത്തിൽ, ദാറ്റ് മീൻസ് ഗ്രോയിങ് സൈസ്, അതിന്റെ മൊത്തം അതിന്റെ വലുപ്പം കൂടുക, അതായത് അതിൻ്റെ എല്ലാ അതിർത്തികളിലും, എല്ലാ വശങ്ങളിലേക്കും, എല്ലാ ഭാഗങ്ങളിലേക്കും അത് വ്യാപിക്കാം. എന്നാൽ എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത ഡയറക്ഷനിലേക്ക് മാത്രം, അതായത് ഒരു ഭാഗത്തേക്ക്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ വലിപ്പം കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയണമെന്നില്ല. അതായത് എംപയേഴ്സ്, സാമ്രാജ്യങ്ങൾ വലിപ്പം കൂട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിരായിട്ട് വരുന്ന, ബൗണ്ടറിയിൽ വരുന്ന രാജ്യങ്ങളുമായിട്ട് യുദ്ധം ചെയ്തിട്ട് ആ ഭാഗങ്ങളിലേക്ക് അങ്ങോട്ട് വ്യാപിപ്പിക്കാം. അപ്പൊ എല്ലാ ഭാഗങ്ങളിലേക്കും ഒരുപോലെ, എല്ലാ അതിർത്തികളിലും ഒരുപോലെ വ്യാപിപ്പിക്കാൻ കഴിയണമെന്നില്ല. അപ്പൊ മൊത്തത്തിൽ സൈസ് ഗ്രോ ചെയ്യുകയാണെങ്കിൽ എക്സ്പാൻഷന്, അതേസമയം ഒരു നിശ്ചിത ഭാഗത്തേക്ക് മാത്രമാണെങ്കിൽ എക്സ്റ്റൻഷൻ. അപ്പൊ എംപയേഴ്സിന്റെ, സാമ്രാജ്യങ്ങളുടെ അല്ലെങ്കിൽ രാജ്യങ്ങളുടെ എംപയേഴ്സിന്റെ എക്സ്റ്റൻഷനും എക്സ്പാൻഷനും എക്സ്പ്ലോർ ചെയ്യുന്നതിലും അവ കണ്ടെത്തുന്നതിലും അതുപോലെ തന്നെ അവ ഡോക്യുമെന്റ് ചെയ്യുന്നതിലും അവ രേഖപ്പെടുത്തി വെക്കുന്നതിലും വളരെ വലിയ പങ്ക് തന്നെ ട്രാവലോഗുകൾ വഹിക്കുന്നുണ്ട്. These documents therefore helped historians understand the political conditions of the place. ഈ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവലോഗുകൾ ചരിത്രകാരന്മാരെ അല്ലെങ്കിൽ ആളുകളെ ആ അതത് രാജ്യത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള കണ്ടീഷൻ മനസ്സിലാക്കുന്നതിന് ഹിസ്റ്റോറിയൻസിനെ സഹായിക്കുന്നു.
അപ്പോൾ ഇത്തരം യാത്രാ വിവരണങ്ങളെ ആശ്രയിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഇത്തരം യാത്രാ വിവരണങ്ങളിൽ നിന്നുമാണ് ഹിസ്റ്റോറിയൻസ് രാജ്യങ്ങളുടെ പൊളിറ്റിക്കൽ കണ്ടീഷൻസ് മനസ്സിലാക്കുന്നത്. In this, the travelogues sometimes mention the geographical limit of the empire to show its vastness. അതായത് ഒരു രാജ്യത്തിൻ്റെ വേസ്റ്റ്നെസ് അല്ല, എങ്ങനെ വായിക്കാം, വാസ്റ്റ്നെസ്, വ്യാപ്തി, ഒരു രാജ്യത്തിൻ്റെ വലുപ്പം. പലപ്പോഴും ചില സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള യാത്രാ വിവരണങ്ങൾ ഒരു രാജ്യത്തിൻ്റെ വാസ്റ്റ്നെസ്, ഒരു രാജ്യത്തിൻ്റെ വലുപ്പത്തെ കാണിച്ചു കൊടുക്കുന്നതിന്, മെൻഷൻ ചെയ്യുന്നതിന്, ആളുകളിലേക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി പലപ്പോഴും ജോഗ്രഫിക്കൽ ലിമിറ്റുകളെ മെൻഷൻ ചെയ്യാറുണ്ട്. ജോഗ്രഫിക്കൽ ലിമിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ അതിർത്തികൾ. അപ്പോൾ ചിലപ്പോൾ പറയുമ്പോൾ, ഓരോ സാമ്രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത്തരത്തിലായിരിക്കും യാത്രാ വിവരണങ്ങൾ പറയാം. അതായത് ആ ഒരു സാമ്രാജ്യം പടിഞ്ഞാറ് ഇന്നതുവരെ വ്യാപിച്ച് കിടന്നിരുന്നു. ആ ഇന്നതുവരെ എന്ന് പറയുന്നതാണ് അതിൻ്റെ ജോഗ്രഫിക്കൽ ലിമിറ്റ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാമ്രാജ്യത്തിൻ്റെ ഓരോ വശങ്ങളിലേക്കും, ഇപ്പോൾ തെക്കാണെങ്കിലും വടക്കാണെങ്കിലും കിഴക്കാണെങ്കിലും പടിഞ്ഞാറാണെങ്കിലും ഓരോ വശങ്ങളിലേക്കുമുള്ള, ഓരോ ദിക്കിലേക്കുമുള്ള ആ സാമ്രാജ്യത്തിൻ്റെ അതിർത്തി, അതിൻ്റെ ബൗണ്ടറീസിനെ മെൻഷൻ ചെയ്തിരുന്നു. അതാണ് ജോഗ്രഫിക്കൽ ലിമിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ചിലപ്പോൾ ജോഗ്രഫിക്കൽ ലിമിറ്റ് എന്ന് വെച്ച് പറയുമ്പോൾ ചില ഭാഗത്തേക്ക് ചിലപ്പോൾ സമുദ്രമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പർവ്വതനിരകളായിരിക്കാം. എക്സാമ്പിളായിട്ട് പറയുമ്പോൾ ചിലപ്പോൾ പറയുകയാണെങ്കിൽ ഹിമാലയം വരെ, അല്ലെങ്കിൽ അറബിക്കടൽ വരെ, അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രം വരെ ആ ഒരു സാമ്രാജ്യം, ആ ഒരു കാലഘട്ടത്തിൽ അല്ലേ, ഇന്ന സാമ്രാജ്യം വ്യാപിച്ചിരുന്നു. ഇത്തരത്തിൽ പലപ്പോഴും എന്ത് ചെയ്തിരുന്നു, ജിയോഗ്രഫിക്കൽ ലിമിറ്റ് മെൻഷൻ ചെയ്തിട്ട് എംപയറിൻ്റെ വാസ്റ്റ്നെസ് കാണിക്കാൻ വേണ്ടി ജോഗ്രഫിക്കൽ ലിമിറ്റ് മെൻഷൻ ചെയ്തിരുന്നു. The geographical reference will then be utilized to determine the boundaries of the empire. Empires being studied by the historians. അതായത് ഹിസ്റ്റോറിയൻ പഠിക്കുന്ന ഏതൊരു എംപയറിനെ കുറിച്ചാണ്, ഏതൊരു സാമ്രാജ്യത്തെ കുറിച്ചാണോ പഠിക്കുന്നത്, ആ സാമ്രാജ്യത്തിൻ്റെ ബൗണ്ടറീസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതിന്, അതിൻ്റെ അതിർത്തികളെ ഡിറ്റർമൈൻ ചെയ്യുന്നതിന് വേണ്ടി പലപ്പോഴും ഹിസ്റ്റോറിയൻസ് ജിയോഗ്രഫിക്കൽ റെഫറൻസ് യൂട്ടിലൈസ് ചെയ്തിരുന്നു. അപ്പോൾ ജോഗ്രഫിക്കൽ റെഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ജോഗ്രഫിക്കൽ ലിമിറ്റ് എന്ന് പറയുമ്പോൾ അത് ആ രാജ്യത്തിലെ രാജാവാണെങ്കിലും, അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള രാജാവോ മറ്റോ ആരാണെങ്കിലും അയാൾ ഫിക്സ് ചെയ്യുന്നതായിരിക്കാം ജോഗ്രഫിക്കൽ ലിമിറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളോട് യുദ്ധം ചെയ്തിട്ടോ മറ്റോ സ്ഥാപിക്കുന്ന അതിർത്തി, ദാറ്റ് ഈസ് ജോഗ്രഫിക്കൽ ലിമിറ്റ്. അപ്പോൾ ജോഗ്രഫിക്കൽ ലിമിറ്റ് എന്ന് പറയുമ്പോൾ മറ്റു രാജ്യങ്ങളുമായിട്ട് തർക്കത്തിലുള്ള പ്രദേശമാവാം. ഒരു ജോഗ്രഫിക്കൽ ലിമിറ്റ് എന്ന് പറയുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം, മാറാം അല്ലേ. കാരണം എതിർ രാജ്യം ഈ രാജ്യത്തെ ആക്രമിച്ച് ഇങ്ങോട്ട് വന്നാൽ അതിൽ എന്ത് ചെയ്യും, മാറ്റം വരും. അതുപോലെ തന്നെ ഈ രാജ്യം എതിർ രാജ്യത്തോട് യുദ്ധം ചെയ്ത് അങ്ങോട്ടും എന്ത് ചെയ്യാം, ഇത് നീട്ടിക്കൊണ്ടുപോവുകയും ചെയ്യാം. ഏത്, ജോഗ്രഫിക്കൽ ലിമിറ്റ്. എന്നാൽ ജോഗ്രഫിക്കൽ റഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ജോഗ്രഫിക്കൽ ലിമിറ്റ്, ഒരു രാജ്യത്തിൻ്റെ ജോഗ്രഫിക്കൽ ലിമിറ്റ് എവിടം വരെ വരുന്നു അത് കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ മെൻഷൻ ചെയ്യുന്നതിന് വേണ്ടി പറയുന്ന ഒരു അടയാളം, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രം വരെ. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ അതിർത്തി വരുന്നത് ഇന്ത്യൻ മഹാസമുദ്രം വരെയാണെങ്കിൽ ആ ഒരു ഇന്ത്യൻ മഹാസമുദ്രത്തെ നമുക്ക് എന്ത് ചെയ്യാം, ജോഗ്രഫിക്കൽ റെഫറൻസ് ആയിട്ട്, ഭൂമിശാസ്ത്രപരമായിട്ട് ഒരു അടയാളമായിട്ട് പറയാം. എന്നാൽ ആ ഒരു ജോഗ്രഫിക്കൽ റെഫറൻസിനെ അവിടുന്ന് മാറ്റാൻ പറ്റില്ല. എന്നാൽ ആ ഒരു ജോഗ്രഫിക്കൽ റെഫറൻസ് വരെയാണ് എന്ത്, ജോഗ്രഫിക്കൽ ലിമിറ്റ്. ആ ലിമിറ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ടോ അല്ലെങ്കിൽ വേണമെങ്കിൽ ഇങ്ങോട്ടോ എന്ത് ചെയ്യാൻ പറ്റും, യുദ്ധം ചെയ്തിട്ടോ മറ്റോ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു ജോഗ്രഫിക്കൽ റെഫറൻസും ജിയോഗ്രഫിക്കൽ ലിമിറ്റും. അതായത് പലപ്പോഴും ഹിസ്റ്റോറിയൻസ് എന്ത് ചെയ്യാറുണ്ട്, ബൗണ്ടറീസിനെ ഡിറ്റർമൈൻ ചെയ്യാൻ, അതായത് ആ ബൗണ്ടറീസ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ജോഗ്രഫിക്കൽ റെഫറൻസ്, അതായത് ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു അടയാളം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ മഹാസമുദ്രമോ അല്ലെങ്കിൽ എവറസ്റ്റോ, അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു
ഒരു അടയാളം, ഒരു സംതിങ്, അതാണ് ജോഗ്രഫിക്കൽ റെഫറൻസ്. അപ്പോൾ ജോഗ്രഫിക്കൽ റെഫറൻസ് യൂട്ടിലൈസ് ചെയ്തിട്ട് എംപയേഴ്സിൻ്റെ ബൗണ്ടറീസിനെ പലപ്പോഴും പറയാറുണ്ട്. വി ക്യാൻ സേ ദാറ്റ് the travel accounts provide valuable insight into the cultural, geographical, political landscape of the region. അപ്പോൾ നമുക്ക് ഒരു ട്രാവൽ അക്കൗണ്ട്സിൽ നിന്നും, ഒരു യാത്രാ വിവരണത്തിൽ നിന്നും നമുക്കൊരു പ്രദേശത്തിൻ്റെ സാംസ്കാരികവും കൾച്ചറലായിട്ടുള്ള, ജോഗ്രഫിക്കലായിട്ടുള്ള, പൊളിറ്റിക്കലായിട്ടുള്ള, അല്ലെ ആ പ്രദേശത്തിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അതിലേക്കുള്ള ഒരു ഇൻസൈറ്റ്, ഒരു അകക്കാഴ്ച, ഒരു ഉൾക്കാഴ്ച നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ രാജ്യത്തിൻ്റെ കൾച്ചറലായിട്ടുള്ള, ജിയോഗ്രഫിക്കലായിട്ടുള്ള, പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളും എങ്ങനെയാണ് അവിടുത്തെ കൾച്ചർ, എങ്ങനെയാണ് അവിടുത്തെ ആളുകൾ സാംസ്കാരികമായിട്ട് പോകുന്നത്, അവിടുത്തെ ജോഗ്രഫിക്കലായിട്ട് എന്താണ് അവിടുത്തെ പ്രകൃതിയുടെ പ്രത്യേകത, അവിടെ കംപ്ലീറ്റ് കുന്നുകളാണോ അതോ മരുഭൂമിയാണോ, എത്തരത്തിലുള്ള പ്രദേശമാണ് അവിടെ, അതുപോലെ തന്നെ അവിടുത്തെ പൊളിറ്റിക്കലായ കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നല്ല ഒരു ഉൾക്കാഴ്ച നൽകാൻ യാത്രാ വിവരണങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. Travelogues of the earlier days were records of the journey of explorers or accounts of emissaries sent from a country to unknown territories or states and as such were representing their home countries. പഴയ യാത്രാ വിവരണങ്ങൾ എന്ന് പറയുമ്പോൾ ഏത് തരത്തിൽ, എത്തരത്തിലുള്ള ആളുകളിൽ നിന്നുമാണ് നമുക്ക് മുൻപത്തെ യാത്രാ വിവരണങ്ങൾ നമുക്ക് ലഭിക്കുന്നത്? മുൻപത്തെ യാത്രാ വിവരണങ്ങൾ എന്ന് പറയുമ്പോൾ travelogues of the earlier days were records of the journey of explorers. എക്സ്പ്ലോർ ചെയ്യുന്ന ആളുകൾ ഒരു നിശ്ചിതമായ, അല്ലെങ്കിൽ ആ പ്രദേശം കണ്ടെത്തി ആ പ്രദേശത്തെക്കുറിച്ച് അറിയുന്നതിന്, മനസ്സിലാക്കുന്നതിന് വേണ്ടി യാത്ര നടത്തുന്ന എക്സ്പ്ലോറേഴ്സ്, എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകൾ, അവരുടെ യാത്രാ വിവരണങ്ങളാവാം. അപ്പോൾ അവർക്ക് വേറെ ഉദ്ദേശമൊന്നും ഉണ്ടാവില്ല, ആ ഒരു പ്രദേശം എക്സ്പ്ലോർ ചെയ്യാം. അതല്ലെങ്കിലോ അക്കൗണ്ട്സ് ഓഫ് എമിസറീസ് സെൻഡ് ഫ്രം എ കൺട്രി ടു അൺനോൺ ടെറിട്ടറീസ്. ഒരു രാജ്യം അൺനോൺ ആയിട്ടുള്ള ഒരു ടെറിട്ടറിയിലേക്ക്, ഒരു രാജ്യം പ്രത്യേകിച്ച് അവർക്കൊരു വിവരവുമില്ലാത്ത, പ്രത്യേകിച്ച് ഒരറിവുമില്ലാത്ത ഒരു പ്രദേശത്തേക്ക് ഒരു രാജ്യം ഒരു ദൂതനെ പറഞ്ഞയക്കുന്നു. ആ ദൂതൻ നൽകുന്ന വിവരണം, അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ വിവരണം, നറേറ്റീവ്. ആരുടേത്? ഓഫ് എമിസറീസ്. എമിസറീസ് എന്ന് പറഞ്ഞാൽ ദൂതന്മാർ. എമിസറീസ് സെൻഡ് ഫ്രം എ കൺട്രി ടു അൺനോൺ ടെറിട്ടറീസ് ഓർ സ്റ്റേറ്റ്സ് ആൻഡ് ആസ് സച്ച് വേർ റെപ്രസെന്റിങ് ദെയർ ഹോം കൺട്രീസ്. അതായത് ഇത്തരത്തിലുള്ള ആളുകൾ അവരുടെ ഹോം കൺട്രീസിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഒരു നിശ്ചിത രാജ്യം, അവർ താമസിക്കുന്ന രാജ്യം, അവരുടെ മദർ കൺട്രി, അവരുടെ മാതൃരാജ്യം ഏതാണെങ്കിൽ, മദർലാൻഡ് ഏതാണെങ്കിൽ ആ രാജ്യം ഒരു നിശ്ചിത ദൗത്യത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞയക്കുന്ന ആളുകൾ, ഇത്തരം ആളുകളുടെ യാത്രാ വിവരണങ്ങൾ, അല്ലെങ്കിൽ എക്സ്പ്ലോറേഴ്സ് ആയിട്ടുള്ള ആളുകൾ, അവരുടെ വിവരണങ്ങൾ, ഇതൊക്കെയായിരുന്നു ഏർലിയർ ഡേയ്സിലെ ട്രാവലോഗ്സ്. ഇൻ സെർട്ടൻ കേസസ്, ചില കേസുകളിൽ, ചില യാത്രാ വിവരണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ദ ഫോക്കസ് ഓഫ് ദെയർ ട്രാവലോഗ്സ് വാസ് ടു എക്സ്പ്ലോർ ദ സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ ഓഫ് ദെയർ റെസ്പെക്റ്റീവ് കൺട്രീസ്. അതായത് ചില കേസിൽ ചില യാത്രാ വിവരണങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത്, ഏത് രാജ്യമാണോ അവരെ പറഞ്ഞയക്കുന്നത് ആ റെസ്പെക്റ്റീവ് കൺട്രീസ്, അവരെ പറഞ്ഞയക്കുന്ന രാജ്യങ്ങൾ ഏതാണോ ആ രാജ്യത്തിന് അവരുടെ രാജ്യത്തെ അങ്ങോട്ട് വ്യാപിപ്പിക്കാനുള്ള സാധ്യത. അതായത് പലപ്പോഴും പല ട്രാവലോഗുകളും എക്സ്പ്ലോർ ചെയ്യുന്നത്, അങ്ങോട്ട് പോകുന്നത്, അവിടെ പോയി കണ്ടെത്തുന്നത് എന്തായിരിക്കാം? സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ ഓഫ് ദെയർ റെസ്പെക്റ്റീവ് കൺട്രീസ്, അവർ പ്രതിനിധാനം ചെയ്യുന്ന രാജ്യങ്ങൾ. ഇപ്പൊ ഇന്ത്യ ഒരു വ്യക്തിയെ പറഞ്ഞയക്കുകയാണെങ്കിൽ ആ രാജ്യത്തോട്ട്, അങ്ങോട്ട് ഇന്ത്യയെ എക്സ്പാൻഡ് ചെയ്യണം, നമ്മുടെ രാജ്യത്തെ അത്രത്തോളം അതുവരെ വികസിപ്പിക്കണം. ആ ഒരു പ്രദേശം നമ്മൾ പിടിച്ചെടുത്തിട്ട് നമ്മുടെ രാജ്യത്തെ അങ്ങോട്ട് വ്യാപിപ്പിക്കാനുള്ള സ്കോപ്പ്. അപ്പോൾ ഈ യാത്രാ വിവരണങ്ങൾ
ഏത് വ്യക്തികളാണോ യാത്രാ വിവരണങ്ങൾ തയ്യാറാക്കുന്നത് അവരുടെ യാത്രയുടെ ഉദ്ദേശം പലപ്പോഴും ആ ട്രാവലോഗ്സിൽ റിഫ്ലക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ദ എക്സ്റ്റൻഷൻ ഓഫ് ട്രേഡിംഗ് ആക്ടിവിറ്റീസ്. ഇപ്പോൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു രാജ്യം ഒരു എമിസറിയെ അല്ലെങ്കിൽ ഒരു ദൂതനെ പറഞ്ഞയച്ചിരിക്കുന്നത് അങ്ങോട്ട് ട്രേഡിംഗ് ആക്ടിവിറ്റീസ് വ്യാപിപ്പിക്കാനാണെങ്കിൽ, കാരണം അതിൻ്റെ സ്കോപ്പ്, അതിൻ്റെ സാധ്യതകൾ നമുക്ക് ആ യാത്രാ വിവരണത്തിൽ കാണാം. ട്രാവലോഗ്സ് വേർ യൂസ്ഡ് ടു ഡോക്യുമെന്റ് ദ എക്സ്പ്ലോറേഷൻ ആൻഡ് ടെറിട്ടോറിയൽ ക്ലെയിംസ്. അതായത് പലപ്പോഴും യാത്രാ വിവരണങ്ങളെ ടെറിട്ടോറിയൽ ക്ലെയിംസ് അതുപോലെ എക്സ്പ്ലോറേഷൻ ഡോക്യുമെന്റ് ചെയ്യുന്നതിന്, അതായത് ടെറിട്ടോറിയൽ ക്ലെയിംസ് സ്ഥല സംബന്ധമായിട്ടുള്ള പ്രദേശ സംബന്ധമായിട്ടുള്ള അവകാശവാദങ്ങളും അതുപോലെ തന്നെ എക്സ്പ്ലോറേഷൻ പര്യവേക്ഷണങ്ങൾ ഇവയൊക്കെ ഡോക്യുമെന്റ് ചെയ്യുന്നതിന് പലപ്പോഴും ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും പല തർക്കങ്ങളും പല എക്സ്പ്ലോറേഷൻ സംബന്ധമായിട്ടുള്ള പര്യവേക്ഷണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ലഭിക്കുന്നതിന് വേണ്ടി അവയ്ക്കുള്ള ആധികാരിക തെളിവുകളായിട്ട് ട്രാവലോഗ്സിനെ ഉപയോഗിച്ചിരുന്നു. Describing landscapes, flora, fauna and people has opened the scope of imperial expeditions. പലപ്പോഴും ഇത്തരം ട്രാവലോഗുകളിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന ലാൻഡ്സ്കേപ്പുകൾ, പ്രകൃതി ദൃശ്യ ഭംഗികളെ കുറിച്ചുള്ള വിവരണങ്ങൾ, ഫ്ലോറ ഫോണ, ആ പ്രദേശത്തെ സസ്യജന്തുജാലങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ, ആ രാജ്യത്തെ ആളുകളെ കുറിച്ചുള്ളവ, ഇവ ആ രാജ്യത്തേക്കുള്ള ഒരു ഇമ്പീരിയൽ എക്സ്പിഡിഷൻസിനുള്ള സ്കോപ്പ് തുറന്നു കാണിക്കുന്നു. അതായത് മറ്റു രാജ്യങ്ങൾക്ക് ആ രാജ്യത്തിലേക്കുള്ള ഒരു പര്യവേഷണം നടത്തുന്നതിനുള്ള സാധ്യത അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ തുറന്നു കൊടുക്കുന്നു. ദ ട്രാവലോഗ്സ് ഓഫ് ദി കാർട്ടോഗ്രാഫേഴ്സ് ആൻഡ് സർവേയേഴ്സ് പ്രൊവൈഡഡ് എ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ്, പ്രത്യേകിച്ച് കാർട്ടോഗ്രാഫേഴ്സിൻ്റെയും സർവേയേഴ്സിൻ്റെയും ട്രാവലോഗ്സ്. അതായത് ട്രാവലോഗ്സ് എന്ന് പറയുമ്പോൾ ആ യാത്ര പോകുന്ന ആളുകൾ അല്ലെങ്കിൽ ആ ട്രാവലോഗ് എഴുതിയ ആളുകളുടെ ഉദ്ദേശം എന്താണോ അതിനനുസരിച്ച് ട്രാവലോഗുകളിലും അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവാം. അപ്പോൾ കാർട്ടോഗ്രാഫേഴ്സിൻ്റെയും സർവേയേഴ്സിൻ്റെയും, അതായത് സർവേ എന്തെങ്കിലുമൊക്കെ കണക്കെടുക്കുന്നതിനോ കാര്യങ്ങൾ അറിയുന്നതിനോ, പിന്നെ അതുപോലെ തന്നെ കാർട്ടോഗ്രാഫേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർട്ടുകൾ ഉണ്ടാക്കുക, അതായത് റൂട്ട് മാപ്പുകൾ, ചാർട്ടുകൾ ഉണ്ടാക്കിയിട്ട് കടൽ യാത്ര ചെയ്യുന്ന ആളുകൾ മാപ്പ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇത്തരം ആളുകളുടെ യാത്രാ വിവരണങ്ങൾ അവ കൊണ്ടുള്ള ഗുണം എന്താ? അപ്പോൾ കാർട്ടോഗ്രാഫേഴ്സിൻ്റെയും സർവേയേഴ്സിൻ്റെയും ട്രാവലോഗ്സ് പ്രൊവൈഡഡ് എ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ലാൻഡ്സ്കേപ്പ്. നമുക്ക് ആ ഒരു പ്രദേശത്തിൻ്റെ വിശദമായിട്ടുള്ള ഒരു വിവരണം ഇത്തരത്തിലുള്ള യാത്രാ വിവരണങ്ങളിൽ നിന്നും, ആരുടെ? കാർട്ടോഗ്രാഫേഴ്സിൻ്റെയും സർവേയേഴ്സിൻ്റെയും ട്രാവലോഗ്സിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ലാൻഡ്സ്കേപ്പ്, റിസോഴ്സസ്, റൂട്ട്സ് ഓഫ് ദി എംപയർ, ആ എംപയറിൻ്റെ ആ ഒരു സാമ്രാജ്യത്തിൻ്റെ അതിൻ്റെ റൂട്ടുകളെ കുറിച്ചും ആ സാമ്രാജ്യത്തിലെ റിസോഴ്സസ്, അവിടെ എണ്ണയുണ്ടോ, മറ്റു സുഗന്ധവ്യഞ്ജനങ്ങളുണ്ടോ, എന്തൊക്കെ റിസോഴ്സസ് ആണ്, അതുപോലെ തന്നെ അവിടുത്തെ ലാൻഡ്സ്കേപ്പ് എങ്ങനെയാണ്, അവിടുത്തെ ലാൻഡ്സ്കേപ്പ്, ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വിവരണം തന്നെ കാർട്ടോഗ്രാഫേഴ്സിൻ്റെയും സർവേയേഴ്സിൻ്റെയും ട്രാവലോഗ്സ് നൽകുന്നു. ദിസ് ഇൻഫോർമേഷൻ ഹെൽപ്ഡ് ദം ടു മാപ്പ് ദ എംപയർ. അതായത് ഇത്തരത്തിലുള്ള ഇൻഫോർമേഷനിൽ നിന്നും നമുക്ക് ആ ഒരു സാമ്രാജ്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് മാപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ, ഒരു കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുന്നതിന്, കറക്റ്റായിട്ട് കൃത്യമായിട്ട് നമുക്ക് ആ ഒരു എംപയറിനെ അനലൈസ് ചെയ്യുന്നതിന്, അവിടുത്തെ അവസ്ഥകൾ, സ്ഥിതിഗതികൾ, അവിടുത്തെ കാര്യങ്ങൾ, അവിടുത്തെ വിവരങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നതിന് നമ്മളെ കൃത്യമായിട്ട് ഇത്തരം ട്രാവലോഗ്സ് സഹായിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത സിഗ്നിഫിക്കൻസ് ഓഫ് ട്രാവലോഗ്സ് ഇൻ ദ റീകൺസ്ട്രക്ഷൻ ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന യൂണിറ്റ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്ത്, ഇനി നമുക്ക് ഇതിലെ രണ്ടാമത്തെ യൂണിറ്റാണ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നോക്കൂ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാ ആളുകളും
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.